അല്ല, ബേപ്പൂരിൽ ഉള്ള സാധ്യത അല്ല. മരുമകൻ അവിടെ മത്സരിച്ചു. ഇപ്പോൾ പിണറായിസത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഗതികേടിലേക്ക് എത്തിച്ചതാരാ? ഇവിടുത്തെ സഖാക്കൾ, ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ്. പിണറായിയുടെ വ്യക്തിത്വം പോലും അദ്ദേഹത്തിന് കളഞ്ഞു കുളിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഈ പറയുന്ന മരുമകൻ തന്നെയാണ്. മരുമകൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ലല്ലോ, കോഴിക്കോട് പ്രത്യേകം പ്രതിഫലിച്ചില്ലേ? ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്താണ് സ്ഥിതി ഉണ്ടായിരുന്നത്? ഒരു 10-200 വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ 5-8 സീറ്റുകളോട് ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ, കമ്മ്യൂണിസത്തെ തകർക്കാൻ പിണറായി എത്രത്തോളം എഫേർട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതേ എഫേർട്ട് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം, CPM-ൻ്റെ രാഷ്ട്രീയം തകർത്തതിൻ്റെ എന്താ പറയുക, അതിന് നേതൃത്വം നൽകിയ വ്യക്തി തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് റിയാസ് മരുമകനായി വന്നതിന് ശേഷം പാർട്ടിയിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ആദ്യം എളമരം കരീമിനെ, സഖാവ് എളമരം കരീമിനെ അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന മോഹനൻ മാഷയും കൂടി സഹായത്തോട് കൂടിയിട്ട് എളമരം കരീം സഖാവിനെ ഇവിടെ വെട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മോഹനൻ മാഷ വെട്ടി. അത് കഴിഞ്ഞിട്ട് മെഹബൂബിനെ ഇവിടെ സെക്രട്ടറി ആക്കി. മെഹബൂബിനെ സെക്രട്ടറി ആക്കിയതിന് ശേഷം കോഴിക്കോട്ടങ്ങാടിയിൽ 4 ആളുകൾക്ക് എന്താ പറയുക താല്പര്യവും ബന്ധമുണ്ടായിരുന്ന നല്ലൊരു സഖാവായിരുന്നു പ്രദീപ് കുമാർ. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്യൂണിൻ്റെ പണി കൊടുത്ത് സെക്രട്ടറിയാന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പാക്ക് ഓഫ് ചെയ്തു. ഈ ജില്ലയിലെ രാഷ്ട്രീയം, CPM രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ അദ്ദേഹം എന്താ പറയുക ഒതുക്കി. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ ഇന്ന് ആ പാർട്ടിയിൽ ഒരു സേയുമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിസത്തെതിരെ സംസാരിച്ച ഞാൻ മരുമോനിസത്തെതിരെയും സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മരുമോനിസത്തിനെ ഇവിടെ കൊണ്ടു നടക്കുന്ന മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട, ഫറൂഖ് പാലവുമായി ബന്ധപ്പെട്ട 44 ലക്ഷം 2 മിനിറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട്, 2 മിനിറ്റ് വീതമുള്ള 2 വീഡിയോക്ക് വേണ്ടിയിട്ട് 44 ലക്ഷം രൂപ എന്താ പറയുക ടൂറിസം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ നടത്തിയ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഫറൂഖിലെ സ്റ്റീൽ ഫാക്ടറി 350 കോടി രൂപ വില മതിക്കുന്ന 33 ഏക്കർ സ്ഥലവും ഫാക്ടറിയും വെറും 32 കോടിക്ക് ഏതോ ഒരു ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് തൂക്കി വിറ്റ അഴിമതിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസാരിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കുറേ മാസങ്ങളായി, കഴിഞ്ഞ 2-2.5 മാസമായി ആവർത്തിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പറയുന്നൊരു ഉത്തരമുണ്ട്. വിസ്മയങ്ങൾ സംഭവിക്കുന്നു. ആ വിസ്മയങ്ങളുടെ സംഭവങ്ങളുടെ ആദ്യത്തെ തുടക്കമാണ് ഇന്ന് ഈ പറയുന്ന ഐഷ പോറ്റിയുടെ വരവ്. സുരേഷ് കുറുപ്പ് നമുക്കറിയാം, കോട്ടയം ജില്ലയിൽ ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ലൊരു തറവാട്ടിൽ ജനിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായമുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ ആ പാർട്ടിക്കകത്ത് അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എൻ്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമൊക്കെ ഇതിലേക്ക് വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.